വെൽക്കം ടു എഡ്യൂപോർട്ട്. മിസ്സിന്റെ ക്ലാസ് 5ലെ മക്കൾ എല്ലാവരും എക്സാമിന് വേണ്ടി ഇങ്ങനെ പ്രിപ്പയർ ചെയ്തുകൊണ്ടിരിക്കുകയായിരിക്കും. എക്സാമിന് വേണ്ടിയിട്ട് എങ്ങനെയാണ് മിസ്സേ ക്വസ്റ്റ്യൻസ് ഒക്കെ വരിക, ഏതൊക്കെയാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ചോദ്യങ്ങൾ എന്നൊക്കെ വിചാരിച്ച് ടെൻഷൻ അടിക്കുന്നവരുണ്ടാവും. കുറച്ച് പേടിച്ചിരിക്കുന്ന ആളുകളൊക്കെ ഉണ്ടായിരിക്കും. ചില ആളുകൾക്ക് ഈ പറയുന്ന ടെൻഷനോ പേടിയോ ഒന്നും തന്നെ ഉണ്ടാവുകയില്ല. പക്ഷെ അതൊന്നും കാര്യമാക്കണ്ട. ഇപ്പൊ നമ്മൾ ഇന്ന് പറയാൻ പോകുന്നത് ഹിന്ദിയിലെ ക്ലാസ് 5ലെ വളരെ ഇമ്പോർട്ടൻ്റ് ആയി നിങ്ങൾക്ക് ചോദിക്കാൻ പോകുന്ന കുറച്ച് ചോദ്യങ്ങളാണ്. അപ്പൊ നോക്കിക്കോളൂ, നമ്മള് ഹിന്ദി പഠിക്കുന്ന സമയത്ത് നമ്മൾ പഠിച്ചിരിക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട് അല്ലെ. അപ്പൊ കളേഴ്സ് ഐഡന്റിഫൈ ചെയ്യാനായിട്ട് നിങ്ങൾക്ക് എന്തായാലും ചോദിക്കാൻ സാധ്യതയുണ്ട്. ഓക്കെ, അപ്പൊ നിങ്ങൾക്ക് നോക്കിക്കോളൂ, ഇവിടെ കച്ചുവ അതായത് ആമ, മച്ചിലി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തായിരുന്നു, മീന്. മേണ്ഠക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, തവള. ഫൂൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പൂവാണ്. കൗവ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് കാക്കയാണ് അല്ലെ. അപ്പൊ ഇതിന്റെ എല്ലാം പേരുകൾ തന്നിട്ടുണ്ട്. അതുപോലെ തന്നെ കളേഴ്സ് അതാത് നിറങ്ങളിൽ തന്നിട്ടുണ്ട്. അതുകൂടാതെ അതിന്റെ നിറം ഇവിടെ ഹിന്ദിയിൽ കൊടുത്തിട്ടുണ്ട്. അപ്പൊ നോക്കൂ, ബ്രൗൺ അതായത് തവിട് നിറത്തിന് ഭൂര എന്നാണ് പറയുന്നത്. മഞ്ഞയ്ക്ക് നമ്മൾ യെല്ലോ അല്ലെ, ഏത് കളറിന്, യെല്ലോക്ക് നമ്മൾ എന്താ പറയുന്നത്, യെല്ലോ എന്നാണ് പറയുന്നത്. പച്ചയ്ക്ക് നമ്മള് ഹര എന്നാണ് പറയുന്നത് അല്ലെ, ഗ്രീൻ. അതുപോലെ റെഡ്, ചുവപ്പിന് നമ്മള് ലാൽ എന്നാണ് പറയുന്നത്. ആൻഡ് കറുപ്പിന്, ബ്ലാക്കിന് നമ്മള് കാല എന്നാണ് പറയുന്നത്. അപ്പൊ നമുക്ക് ഇവിടെ കളേഴ്സ് തന്നിട്ടുണ്ട്. അപ്പൊ നിങ്ങൾ ഈ കളേഴ്സ് ഐഡന്റിഫൈ ചെയ്യുക, എന്നിട്ട് തന്നിട്ടുള്ള ചിത്രത്തിന് നിറം കൊടുക്കുക എന്നുള്ളതാണ് നമ്മുടെ ഒരു ചോദ്യം എന്ന് പറയുന്നത്. അപ്പൊ നോക്കിക്കോളൂ, ഇവിടെ ആമയുടെ ചിത്രം തന്നിട്ടുണ്ട്, പക്ഷിയുടെ ചിത്രമുണ്ട്, മീനുണ്ട്, പൂവുണ്ട്, തവളയുണ്ട്. അപ്പൊ ഇതിന്റെ ഒക്കെ ചിത്രങ്ങൾ നിങ്ങൾക്ക് തന്നിട്ടുണ്ട്. അപ്പൊ ഇവിടെ തന്നിരിക്കുന്ന ആ നിറങ്ങൾ ഏതൊക്കെയാണ് എന്നുള്ളത് കണ്ടുപിടിക്കുക. എന്നിട്ട് അതേ നിറങ്ങള് ഈ തന്നിരിക്കുന്ന ചിത്രങ്ങൾക്ക് കൊടുക്കാം. ഓക്കെ, അപ്പൊ ഈ ഒരു ചോദ്യം നിങ്ങൾക്ക് എല്ലായ്പ്പോഴും ചോദിച്ച് കണ്ടിട്ടുള്ളതാണ് കേട്ടോ. നിറം നൽകുക എന്നുള്ളൊരു ചോദ്യം നിങ്ങൾക്ക് എക്സാമിന് ചോദിച്ച് കണ്ടിട്ടുണ്ട്. ഇതുപോലെ കുറേ എക്സാമ്പിൾ ക്വസ്റ്റ്യൻസും ഉണ്ട്. അപ്പൊ നോക്കിക്കോളൂ, ഇവിടെ നോക്കിക്കോളൂ, രംഗ് ഭരെ ഓർ ലിഖേ എന്ന് പറഞ്ഞുകൊണ്ട് കൊടുത്തിട്ടുണ്ട് അല്ലെ. ഇപ്പൊ ഇവിടെ മീനിന്റെ ചിത്രം കൊടുത്തിട്ടുണ്ട്, ഞണ്ടിന്റെ ചിത്രം കൊടുത്തിട്ടുണ്ട്, ഒരു മരത്തിന്റെ ചിത്രം കൊടുത്തിട്ടുണ്ട്. അപ്പൊ ഈ എല്ലാ ചിത്രങ്ങൾക്കും നന്നായിട്ട് കളർ ചെയ്തിട്ട്, അത് ഈ കളർ ചെയ്യാന്ന് പറയുമ്പോൾ സിമ്പിൾ കാര്യമാണ് അല്ലെ. എക്സാമിന് മാർക്ക് കിട്ടാൻ നല്ല രസമായിട്ട് കളർ ചെയ്ത് കഴിഞ്ഞാൽ ഫുൾ മാർക്ക് കിട്ടും എന്ന് മനസ്സിലാക്കാൻ നമുക്ക് അറിയും എന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുക, ഈ തന്നിട്ടുള്ള ചിത്രങ്ങളൊക്കെ പുറത്തൊന്നും ആവാത്ത രീതിയിൽ നല്ല ഭംഗിയായിട്ട് കളർ ചെയ്യുക. നല്ല ഭംഗിയായിട്ട് കളർ ചെയ്തതിന് ശേഷം ഫുൾ മാർക്ക് വാങ്ങിക്കുക. ഈസി ക്വസ്റ്റ്യൻ ആണല്ലോ. ഇപ്പൊ ഇവിടെ ഒരു മീനുണ്ട്, അതുപോലെ ഞണ്ടുണ്ട്, അതുപോലെ അവിടെ മരം കൊടുത്തിട്ടുണ്ട്. അപ്പൊ ഇതിന് മൂന്നിനും എന്ത് ചെയ്യുക, നല്ല ഭംഗിയായിട്ട് നിങ്ങൾ നിറം നൽകിയിട്ട് അതിന്റെ പേരുകളൊക്കെ എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. ഇതുപോലെ തന്നെ നിങ്ങൾക്ക് കുറേ ചോദ്യങ്ങളുണ്ട് അല്ലെ. ഇപ്പൊ അവിടെ നോക്കിക്കോളൂ, രംഗ് ഭരെ എന്ന് പറഞ്ഞുകൊണ്ട് ഇവിടെ നിറം കൊടുത്തിട്ടുണ്ട്. അപ്പൊ ലാൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏതാണ് നിറം, ലാൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റെഡ് ആണ്. ഹര എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗ്രീൻ ആണ്. കാല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബ്ലാക്ക് ആണ്. അതുപോലെ നീല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ ബ്ലൂ ആണ്. അപ്പൊ ഈ കളേഴ്സ് ഒക്കെ ഇവിടെ നന്നായിട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പൊ ഈ കളേഴ്സിനൊക്കെ നിങ്ങൾ ഐഡന്റിഫൈ ചെയ്യുക, അതത് ഭാഗത്ത് നന്നായിട്ട് കളർ ചെയ്യുക. അപ്പോൾ ഇവിടെ ഒരു പൂമൊട്ടിന്റെ ചിത്രം കൊടുത്തിട്ടുണ്ട്. അപ്പൊ ആ പൂമൊട്ടിന്റെ ചിത്രം നല്ല ഭംഗിയായിട്ട് കളർ ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ പുറത്തൊന്നും പോവാതെ നല്ല ഭംഗിയായിട്ട് തന്നെ കളർ ചെയ്യാനായിട്ട് നോക്കാം. ഓക്കെ, ഇനി അടുത്തത് നോക്കിക്കോളൂ, യ ചിടിയാ ഹേ. ഇവിടെ എന്തുണ്ട്, ഒരു പക്ഷിയുടെ ചിത്രം കൊടുത്തിട്ടുണ്ട് അല്ലെ. ചിടിയാ ഹേ, ഇതെന്താണ്, ഒരു പക്ഷിയാണ്. അപ്പൊ പക്ഷിയുടെ ചിത്രം കൊടുത്തിട്ടുണ്ട്. അപ്പൊ ആ പക്ഷിയുടെ ചിത്രത്തിനും ഈ പറയുന്നത് പോലെ നീലയും പച്ചയും മഞ്ഞയും കറുപ്പും ഒക്കെ ഉപയോഗിച്ചുകൊണ്ട് നല്ല ഭംഗിയായിട്ട് കളർ ചെയ്യുക, ഫുൾ മാർക്ക് വാങ്ങിക്കുക. ഈസി ആണല്ലോ. കളർ ചെയ്തുകൊണ്ട് ഫുൾ മാർക്ക് വാങ്ങുക എന്നൊക്കെ പറയുന്നത് വളരെ സിമ്പിൾ ആയിട്ടുള്ള പരിപാടിയാണ്. അപ്പൊ ഇതുപോലെ നിങ്ങളെടുത്ത് ചോദിക്കാറുണ്ട് കേട്ടോ. അപ്പൊ ഇതുപോലെയുള്ള ചോദ്യങ്ങൾ വന്നു കഴിഞ്ഞാൽ വളരെ സിമ്പിൾ ആയിട്ട് മിസ്സിന്റെ മക്കൾക്ക് എല്ലാവർക്കും ഫുൾ മാർക്ക് വാങ്ങിക്കാനായിട്ട് സാധിക്കും. അപ്പൊ എല്ലാവരും ഇതുപോലെ നിറം നൽകുക, രംഗ് ഭരെ എന്ന് പറഞ്ഞ ചോദ്യങ്ങൾ വന്നു കഴിഞ്ഞാൽ നല്ല മിടുക്കരായിട്ട് എഴുതുക, ഫുൾ മാർക്ക് വാങ്ങിക്കാം. ഓക്കെ, അപ്പൊ എല്ലാവർക്കും ഈ ഒരു വീഡിയോ വളരെ യൂസ്ഫുൾ ആയി എന്ന് മിസ് വിശ്വസിക്കുകയാണ്. അപ്പൊ ഇതുപോലെ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുള്ള വീഡിയോസും എക്സാമിന് ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്ന ചോദ്യങ്ങളൊക്കെ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. അപ്പൊ എല്ലാവർക്കും താങ്ക് യു സോ മച്ച്. ബൈ.